അതൊക്കെ ഇവിടെ ആളുകൾ ചെയ്തോണ്ടിരുന്ന പണ്ടുള്ള ആൾക്കാർ അമ്മിയിലും കുമ്മിയിലും കുഴവിയിലും ആട്ടുകല്ലിലും ഒക്കെ തന്നെ തുണി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നടക്കുമോ നിങ്ങള്? വേണ്ടി വന്ന് അങ്ങനെ നടക്കൂടി. ആ നാണം ഇല്ലാത്ത അങ്ങനെ നടക്കും. മുണ്ട് മുറുക്കി കഴിയണമെന്ന് ആൾക്കാർ പറയണത് വെറുതെ അല്ല. ഓ This is too much. മതിയടാ, അനക്കൊന്നും അറിയണ്ടല്ലോ, ഇങ്ങനെ നടന്നാൽ മതി. ആണ്ടിൽ ആവണിക്ക് ഒരിക്കൽ വർഷാപ്പിൽ പോയിട്ട് എന്തായാലും നക്കാപ്പിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ അതും വെച്ചങ്ങ് നടന്നാൽ മതി ഇവിടെ. പൈസയ്ക്ക് ഷോർട്ടേജ് വരുമ്പോൾ വിളിക്കും. അയ്യോ ഞാൻ വിളിക്കണില്ല. എന്നാ പിന്നെ കൊണ്ടുപോയി ആടാ, അത്ര വലിയ ഇതെണ്ണം ഉണ്ടെങ്കിൽ. അതെന്റെ ഇല്ലാന്ന് അറിഞ്ഞുകൊണ്ടല്ലേ ഈ വെച്ച് നീട്ടല്ലോ. 2000 ഇപ്പൊ പുല്ല് പോലെ 2100 രൂപ ഞാൻ ഇനി എവിടെ നിന്ന് അന്വേഷിക്കും? ഇനി എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ബില്ല് വന്നുകൊണ്ടിരുന്നാലേ പാടാണ് മുന്നോട്ട് പോയി. കഴിക്കാൻ വല്ലതും ഉണ്ടാവോ? എടുക്കട്ടെ. എന്ത് പറഞ്ഞാലും അതിനൊരു തർക്കത്തിലോ ഒരു മറുപടി ഉണ്ടാവും. ഓ ഒരു വെങ്കച്ചോടെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഇതുപോലെ തന്നെ ലൈറ്റ് അങ്ങ് ഇട്ടായിട്ടുണ്ട്. ബാത്റൂം ലൈറ്റൊക്കെ എത്രയോ ദിവസം അങ്ങനെ കിടത്തിട്ടുണ്ട്. പെൺകുട്ടികൾ അച്ഛനെ കണ്ടാ വളരുന്നു. ആണാ? ആണാടാ? അല്ല അങ്ങനെ നീ അങ്ങനെ തന്നെ വളർന്നത്? നിന്റെ വീട്ടിൽ നിന്റെ കുടുംബത്തിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ് വളർന്നത്? തിന്ന്. ഇവിടെ ലൈറ്റ് ഇടണില്ല, ഫാൻ ഇടണില്ല. തീർന്നല്ലോ. ഇടണ്ട, അത് തന്നെ പറഞ്ഞത്. നിങ്ങൾ ഇട്ട് കാണരുത്. ഞാൻ ആവശ്യത്തിനിട്, അനാവശ്യമായിട്ട് ഇടണ്ട. ഈ പട്ടാപ്പകലൊക്കെ അതിന്റെ ആവശ്യം എന്താണ്? കണ്ണിൽ കരണ്ട് പോയാൽ പോലെ ലൈറ്റ് ഇടരുത്. കഴിച്ചാ പിന്നെ എന്തോ നോക്കിക്കൊണ്ടിരിക്കണം. ഒന്നീ വേണമെങ്കിൽ പോയി എടുത്തോണ്ട് കഴിക്ക്. നീ ഇത് നോക്കി ഒന്ന് കൊതു വിട്ട് ബാക്കിയുള്ള വയറിന് കുഴപ്പമുണ്ടാക്കി ഇനി ആശുപത്രി കൊടുക്കാൻ എൻ്റെ അതിനും പൈസ ഇല്ല. പൊട്ടൻ കടിച്ചിട്ടുണ്ടാന്ന്. പൊട്ടൻ ആണ്. 2100 രൂപയാണ്, ചെറിയ എമൗണ്ട് അല്ല. പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ എളുപ്പമാണ്. നമ്മൾ എന്തായാലും പറഞ്ഞാലാണ് കുഴപ്പം. ചെയ്യണതിന് ഒരു കുഴപ്പമില്ല ആരും. എന്റെ പൊന്നെ, എന്തോന്നടി ഇത്? അത് ചിരട്ട. ചിരട്ടെ എന്ന് നിസ്സാരമായിട്ട് പറയുന്നത് നമ്മൾ ചിരട്ടയാണ്. ചിരട്ട ഇതെങ്ങനെ വന്നടി ഇതില്? അത് തേങ്ങാപ്പീരൽ കിടന്നായിരിക്കും. കിടന്നതല്ലടി, നീ എടുത്തിട്ടത്. ഇതെന്റെ അണ്ണാക്കിലോട്ട് പോയിട്ട് എന്റെ അണ്ണാക്ക് മുറിഞ്ഞ് എന്റെ സൗണ്ട് എല്ലാം പോയിട്ട് ഞാൻ വായു മൂടി ഇങ്ങനെ മിണ്ടാതെ ഇവിടെ ഇരിക്കണം. ഞാനിവിടെ എന്തെങ്കിലും പറഞ്ഞു കൊടുന്ന് നിനക്ക് സഹിക്കാൻ പറ്റുള്ളത് എനിക്കറിയാം. നീ പലപ്പോഴും പറയാറുണ്ട്. ഇത് മതിയടി, കഴിച്ചത് തിന്നതും ഒക്കെ. എനിക്ക് അവിടെ ചോദിക്കാനും പറയുന്ന ആരെങ്കിലും ഉണ്ടാ നോക്കട്ടെ. അവന് വല്ല ഉത്തരവാദിത്തം ഉണ്ടോ നോക്കട്ടെ. ഓ എന്റെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നീ ഓടിക്കണം അവനോട് പറയാം. നിന്റെ കുഴപ്പം ഞാൻ അവനോട് പറയാം. ഇമാരി എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. ഞാനിപ്പോ ഇത് പറഞ്ഞു പോയില്ലേ, അനാവശ്യമായിട്ട് ദൂരത്താണെന്ന് പറഞ്ഞു. നീ ഇതിനു മുമ്പ് പല പ്രാവശ്യം പലതും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചില്ല. എനിക്ക് നിന്റെ ആങ്ങളെന്ന് പറയുന്ന വായു ഒക്കെ ഉണ്ടല്ലോ, അവനടുത്ത് ചോദിക്കട്ടെ ഇങ്ങനെയൊക്കെ തന്നെ വളർത്തി വെച്ചേക്കണേന്ന്. വെടിയുണ്ടെന്നല്ലേ ഇതിനകത്തുനിന്ന് കിട്ടിയത്? ഒരു തേങ്ങയുടെ കഷ്ണമല്ലേ?